ഇനി എന്തായിരുന്നാലും പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നുവെന്ന് പറയാനായി സാധിക്കില്ല. പകരം അവിടെ ബലൂചിസ്ഥാൻ എന്ന പുതിയൊരു രാഷ്ട്രം ഉദയം കൊള്ളുന്നുവെന്ന സൂചനകളാണ് കിട്ടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി സ്വാതന്ത്ര്യം, ആ രാജ്യം രൂപീകൃതമായതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല. ആഭ്യന്തരമായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പല പ്രവിശ്യകളും മേഖലകളും കൊറ്റപിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ എന്ന അവരുടെ ചിരകാല സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്നുവെന്നാണ് ബലൂജ് വക്താക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയം, UN-ന് ബലൂജ് പ്രവർത്തകരുടെ കത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. തങ്ങളെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കണം, തങ്ങൾക്ക് വേണ്ട സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ദില്ലിയിലടക്കം എംബസി തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അഭ്യർത്ഥന മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി പാകിസ്ഥാനില്ല, പകരം നമ്മുടെ അയൽ രാജ്യമെന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. പാക് ഒക്കുപ്പൈഡ് കശ്മീർ POK പിടിച്ചെടുക്കാനായി ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കുതിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കൂടുതൽ ബലം പകരുന്നതാണ് ഈ വിഷയം. ഇന്നിപ്പോൾ സമൂഹ മാധ്യമത്തിൽ ആകമാനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, പുതിയ ബലൂചിസ്ഥാന്റെ മാപ്പ്, പഴയകാല പാകിസ്ഥാന്റെ ഇന്നത്തെ ചിത്രം എന്നാണ് പറയുന്നത്. ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ തന്നെ ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിക്കുമെന്നും, ഒരു ഭാഗത്ത് പഷ്തൂണുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ചേരുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാന്റെ പകുതിയോളം വരുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യ അത് പുതിയൊരു രാജ്യമായി തന്നെ മാറുന്നു. ഇപ്പുറത്ത് പഞ്ചാബ് പ്രവിശ്യ സ്വതന്ത്രമായി നിൽക്കുന്നു, അപ്പുറത്തായി സിന്ധ് പ്രവിശ്യ സ്വതന്ത്രമായി നിൽക്കുന്നു. അത് ഇന്ത്യക്ക് കൈയാളാനോ ബലൂചിസ്ഥാനിലേക്ക് ചേർക്കപ്പെടാനോ ഉള്ള സാധ്യതകൾ അവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇനിയുള്ള പാകിസ്ഥാൻ എന്ന് പറയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാതാളക്കുഴിയിൽ ഒളിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ മുൻ സൈനിക മേധാവിയെ തുറങ്കിലടച്ചിരിക്കുന്നു. ഇതിനപ്പുറം എന്താണ് വേണ്ടത്? സൈനികർക്കിടയിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. കൂട്ടമായി തന്നെ വിരണ്ടോടുന്ന കാഴ്ചയും കാണാനായി സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ തന്നെ തുടക്കമിട്ടിരിക്കുന്നത് പ്രശസ്ത ബലൂജ് എഴുത്തുകാരനായിട്ടുള്ള മിർ യാർ ബലൂജാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ അതുകൊണ്ട് അതിവേഗം ബലൂജ് എംബസി സ്ഥാപിക്കണമെന്നും ബലൂജ് എംബസി തുറക്കണമെന്നുമാണ് അദ്ദേഹം ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബലൂജ് ജനതയ്ക്ക് വേണ്ടി വാദിക്കുന്നതിലൂടെ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുകയാണ് മിർ യാർ ബലൂജ്. ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ, പോസ്റ്റുകൾ ഒക്കെ തന്നെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. എക്സിലൂടെ തന്നെ അദ്ദേഹം ബലൂജിൻ്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന യുദ്ധം വിജയം കണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ബലൂചിസ്ഥാനിലേക്ക് ഉടൻ തന്നെ ഐക്യരാഷ്ട്രസഭയോട് സമാധാന സേനയെ അയക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം ഈ മേഖല വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിശക്തമായ ഏറ്റുമുട്ടലിനിടയിൽ തന്നെയാണ് ഈ പ്രസ്താവന പുറത്തു വന്നത്. ആ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ്: ഞങ്ങളുടെ സ്വാതന്ത്ര്യം അവകാശപ്പെട്ടു, അത് ആവശ്യപ്പെട്ടു, അത് നേടിയെടുത്തു. അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇക്കാലയളവിൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയും ജാഫർ എക്സ്പ്രസ് അടക്കം തട്ടിയെടുത്തുകൊണ്ടും ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ പോരാട്ടം നമുക്കറിയാവുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 100-ലധികം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട വാതക കിണറുകളെ തന്നെയാണ് ബലൂജ് ലിബറേഷൻ ആർമി ലക്ഷ്യം വെച്ചത്. ദേരാബുഗ്ലിയിലെ പാകിസ്ഥാനിലെ വാതക പാടങ്ങളൊക്കെ തന്നെ ബലൂജ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആക്രമിച്ചുവെന്നാണ് മിർ യാർ ബലൂജ് അവകാശപ്പെട്ടിരിക്കുന്നത്. 100 കണക്കിന് എണ്ണപ്പാടങ്ങളെ കത്തിച്ചുകൊണ്ടും അവ പിടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരായിട്ടുള്ള പടയോട്ടം നടത്തിയിരിക്കുന്നത്. ISIയെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈനികരെയും ഒക്കെ ഭയപ്പെടുത്തിയാണ് ബലൂജ് ആർമി ഇപ്പോൾ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. ഭീകരവാദ പാകിസ്ഥാന്റെ തകർച്ച അതടുത്തിരിക്കുന്നുവെന്നും സാധ്യമായൊരു പ്രഖ്യാപനം അതുകൊണ്ട് UN നടത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ബലൂചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസ് ഡൽഹിയിൽ ആരംഭിക്കാനും എംബസി അനുവദിക്കാനുമായി ഇന്ത്യൻ സർക്കാരിനോടുള്ള അഭ്യർത്ഥന ഇതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതി അയച്ചിട്ടുണ്ട്. ട്വിറ്റർ പോസ്റ്റിലൂടെ തന്നെയാണ് അദ്ദേഹം, എക്സ് ഹാൻഡിലൂടെ തന്നെയാണ് അദ്ദേഹം അത്
തുറന്നു പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാനും ഇതിന്റെ അംഗീകാരത്തിന് വേണ്ടി നിങ്ങളേവരുടെയും പിന്തുണ വേണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. UN അംഗങ്ങളുടെ ഒരു യോഗം അടിയന്തരമായി തന്നെ വിളിച്ചു ചേർക്കാനായി ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കോടാനുകോടി ഫണ്ടാണ് ഇനി പുറത്തിറക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം കറൻസി, പാസ്പോർട്ട് അച്ചടിക്കൽ എന്നിവയ്ക്കായി പണം ആവശ്യമായി വരുമെന്നും അദ്ദേഹം പറയുന്നു. ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനാംഗങ്ങളെ ഉടൻ അയച്ചുകൊണ്ട് ഇവിടുത്തെ സാഹചര്യം മെച്ചപ്പെടുത്താനായി ശ്രമിക്കണം. നല്ലൊരു ഭരണകൂടം കെട്ടിപ്പടുക്കാനായി തങ്ങൾക്കൊപ്പം നിലകൊള്ളണമെന്നും ഐക്യരാഷ്ട്രസഭയോട് ബലൂചിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബലൂചിസ്ഥാനിലേക്ക് സമാധാന സേനയെ അയക്കുന്നതിലൂടെ അധിനിവേശ സൈന്യത്തെ പുറത്താക്കാൻ ബലൂചിസ്ഥാൻ മേഖലകളിൽ കടന്നുകയറിയിരിക്കുന്ന, പ്രത്യേകിച്ചും കരമേഖല, വ്യോമാതിർത്തി, കടൽ മേഖല എന്നിവയൊക്കെ തന്നെ പാക് സൈന്യം ഒഴിയണമെന്നും ബലൂചിസ്ഥാനിലെ എല്ലാ ആയുധങ്ങളും സ്വത്തുക്കളും ഉപേക്ഷിക്കണമെന്നും ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിക്കുന്നു. അത് പാകിസ്ഥാൻ സൈനികർക്ക് മുന്നിലും പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് മുന്നിലും അവതരിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സൈന്യം, അതിർത്തി സേന, പോലീസ്, സൈനിക ഇന്റലിജൻസ്, ISI, സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലെ എല്ലാ ബലൂചിതര ഉദ്യോഗസ്ഥരും ബലൂചികളല്ലാത്തവരൊക്കെ തന്നെ ഉടൻ തന്നെ ബലൂചിസ്ഥാൻ വിട്ടുപോകണമെന്നാണ് കട്ടായം പറഞ്ഞിരിക്കുന്നത്. ബലൂചിസ്ഥാന്റെ നിയന്ത്രണം ഉടൻ തന്നെ സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിന്റെ പുതിയ ഉദയത്തിന് കാരണമായി മാറും. ഒരു പരിവർത്തന നിർണായക ഇടക്കാല ഗവൺമെന്റ് വളരെ വേഗത്തിൽ ഒരു ഇന്ററിംഗ് ഗവൺമെന്റിനെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് നിലവിൽ BLA തീരുമാനിച്ചിരിക്കുന്നത്. അതിലെ മന്ത്രിസഭയിൽ ബലൂജ് സ്ത്രീകളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു കാലത്തും ദഹിക്കാത്ത ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. നമ്മുടെ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയുടെ പൂർത്തീകരണം തന്നെയാണ് മന്ത്രിസഭയിലടക്കം സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത്. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സർക്കാരിന്റെ സംസ്ഥാന ചടങ്ങ് ഉടനെ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെ ദേശീയ പരേഡിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഞങ്ങൾ ഉടൻ തന്നെ ക്ഷണിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തൊട്ടടുത്ത ഒരു സന്ദേശത്തിലൂടെ പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് വിരട്ടിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു മിർ ബലൂച്ച്, ഹേ നാ പാകിസ്ഥാൻ, നിങ്ങൾക്കൊരു സൈന്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബലൂജികൾക്കും ഒരു സൈന്യമുണ്ട്, അത് കാണണമെങ്കിൽ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ദൃശ്യം പങ്കുവെക്കുന്നത്. ബലൂജ് സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനെ ഉറക്കമൊഴിയാതെ, പാകിസ്ഥാൻ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്രമണ പരമ്പരകളൊക്കെ തന്നെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ പോരാട്ടം ശക്തമാക്കിയതോടെ അതിഭീകരമായ ആൾനാശം ഇതിനോടകം തന്നെ സംഭവിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോലൻ, കെച്ച് മേഖലകളിലുണ്ടായ 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 14ഓളം പാക് സൈനികരായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലപ്പെട്ടത്. അതുതന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഈ IED ആക്രമണത്തിൽ 12 പേരും മറ്റൊരു ബോംബ് ആക്രമണത്തിൽ 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വേഗത്തിൽ തന്നെ ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുകയും ചെയ്തു. ബോലാനിലെ ഷോർഘട്ടിലാണ് റിമോട്ട് നിയന്ത്രിത ബോംബ് ഉപയോഗിച്ചുകൊണ്ട് സൈനിക വാഹനത്തെ നാമാവശേഷമാക്കി മാറ്റിയത്. ശേഷം ഇതിന്റെ സ്ഫോടന ദൃശ്യങ്ങൾ BLA പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇമ്രാൻ, സുബേദാർ ഉമർ ഫാറൂഖ് ഉൾപ്പെടെ 12 പേർ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കെച്ചിലെ കുലാക് തിഗ്രാനിൽ പതിവ് പരിശോധനകൾ നടത്താനെത്തിയ ഈ സൈനിക സംഘത്തിന് നേരെയാണ് രണ്ടാമത്തെ സ്ഫോടനം നടത്തിയത്. അതിൽ 2 സൈനികർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. പാകിസ്ഥാൻ സൈനികർ ചൈനയുടെ താൽപര്യപ്രകാരം തങ്ങളുടെ മേഖലയിൽ കടന്നുകയറി പ്രവർത്തിക്കുന്നുവെന്നും തങ്ങളുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു BLA ശക്തമായ രീതിയിൽ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത്. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപെടുത്തി പ്രത്യേക രാജ്യമാക്കണമെന്ന് വാദിക്കുന്ന സായുധ സംഘടന കൂടിയാണ് BLA. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ രൂപീകരണ സമയത്ത് തന്നെ ഇന്ത്യയോട് അടുത്തു നിൽക്കാനായി താല്പര്യം പ്രകടിപ്പിച്ചവർ തന്നെയാണ് ഇപ്പോൾ BLAയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ തന്നെ ഇന്ത്യ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കുക കൂടിയാണ്. പാകിസ്ഥാന്റെ സർവനാശം തന്നെയാണ് BLA അടക്കം സ്വപ്നം കാണുന്നതും. അതുകൊണ്ട് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യക്ക് ഉപദ്രവമില്ലാത്ത ഒരു സംഘടനയായി BLAയും ബലൂചിസ്ഥാനും മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്.